എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാത്യു ജെയിംസ് എന്നാണ്. മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളിയിലെ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പോസ്റ്റ് കോവിഡ് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ എന്ന ടോപ്പിക്കാണ്. കോവിഡ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് ഫിസിയോതെറാപ്പിയിലൂടെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, പഴയ ജീവിത രീതിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. വരുന്ന ഒരാൾക്ക് പ്രധാനമായിട്ടും ബ്രീത്തിങ് കപ്പാസിറ്റി കുറയുകയും അതുപോലെ തന്നെ ഫിസിക്കൽ കപ്പാസിറ്റി കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പം ഈ ബ്രീത്തിങ് കപ്പാസിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആക്കാനായിട്ടും ഫിസിക്കലി അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റി ഫിസിക്കലി അവർക്ക് ബെറ്റർ ആകാനായിട്ടുമുള്ള എക്സസൈസ്, വ്യായാമ രീതികളാണ് നമ്മൾ ഇതിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി ഡൗൺ ആകുന്ന ആൾക്കാരിൽ കണ്ടുവരുന്നത് അവരുടെ കഫം ഉള്ളിൽ കിടക്കുന്നത് മൂലം ബ്രീത്തിങ് നോർമലി അവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഈ കഫം എങ്ങനെ നമുക്ക് പുറത്തെടുക്കാം എന്നതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാം. അതിനൊരു ടെക്നിക്കുണ്ട്, ആക്റ്റീവ് സൈക്കിൾ ഓഫ് ബ്രീത്തിങ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. ആക്റ്റീവ് സൈക്കിൾ ഓഫ് ബ്രീത്തിങ് ടെക്നിക്കിൽ 3 എക്സസൈസുകളാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത്. ഒന്നാമത്തത് ബ്രീത്തിങ് എക്സസൈസ്, രണ്ടാമത്തത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, മൂന്നാമത്തത് ഹഫിംഗ് ടെക്നിക്ക്, HUFFING, ഹഫിംഗ്. അപ്പം ഈ 3 എക്സസൈസുകളും എന്താണെന്ന് പറയാം. ഒന്നാമത്തത് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പൊസിഷനിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നതിന് ശേഷം മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ വളരെ നോർമലായിട്ട് വിടുന്നതാണ് ബ്രീത്തിങ് എക്സസൈസ്. അത് ഒന്ന് കാണിച്ചു തരാം. ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോർമലായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുത്തതിന് ശേഷം വാ അധികം തുറക്കാതെ നോർമലായിട്ട് ആ ശ്വാസം പുറത്തോട്ട് വിടുകയാണ്. ഒന്ന് കാണിക്കാം. ഇതാണ് ബ്രീത്തിങ് എക്സസൈസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കഫങ്ങൾ അതെല്ലാം പുറത്തോട്ട് വരാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത് എക്സസൈസാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ശ്വാസം മൂക്കിലൂടെ എടുത്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ബ്രീത്തിങ് വായിലൂടെ, ഈ ശ്വാസം നമ്മൾ വായിലൂടെ തന്നെ പുറത്തോട്ട് റിലീസ് ചെയ്യിക്കുകയാണ്. റിലീസ് ചെയ്യിക്കുമ്പോൾ ഒരു 7 സെക്കൻഡെങ്കിലും വെച്ചുകൊണ്ട് വേണം നമ്മൾ റിലീസ് ചെയ്യിക്കാനായിട്ട്. ആ എക്സസൈസ് ഒന്ന് കാണിച്ചു തരാം. മാക്സിമം മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുകയാണ്, ഹോൾഡ് ചെയ്യാണ്, റിലീസ് ചെയ്യാണ്. ഇങ്ങനെ, ഇതാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുന്നത് ഹഫിംഗ് ടെക്നിക്കാണ്. ഈ ഹഫിംഗ് ടെക്നിക്ക് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഡീപ്പ് ബ്രീത്ത് ചെയ്ത എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കഫമൊക്കെ ഒന്ന് പുറത്തോട്ട് വരുവാനായിട്ട് സാധിക്കും. ഈ ഹഫിംഗ് ടെക്നിക്ക് ചെയ്യുമ്പോൾ ഈ വന്ന കഫമൊക്കെ സെൻറ്ററിലോട്ട് വന്നിട്ട് പുറത്തോട്ട് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതാണ് ഹഫിംഗ് ടെക്നിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഹഫിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഹഫിംഗ് ടെക്നിക്ക് 2 ടൈപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഷോർട്ടായിട്ടും ചെയ്യാം, ലോങ് ആയിട്ടും ചെയ്യാം. ഷോർട്ടായിട്ട് ചെയ്യാനായിട്ടുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റിൽ ഹഫിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം എയർ മൂക്കിലൂടെ എടുത്തതിന് ശേഷം അത് പുറത്തോട്ട് നല്ല ഫ്ലോയിൽ പുറത്തോട്ട് നമ്മൾ റിലീസ് ചെയ്യുകയാണ്. അതാണ് ഹഫിംഗ് ടെക്നിക്ക്. അത് ഷോർട്ടും ഉണ്ട്, ലോങ്ങും ഉണ്ട്. ആദ്യം ഷോർട്ട് കാണിക്കാം. ഇതാണ് ഷോർട്ട്. ഇനി ലോങ് ഹഫിംഗ് ടെക്നിക്ക് കാണിക്കാം. ലോങ് ഹഫിംഗ് ടെക്നിക്ക് മാക്സിമം എയർ നമ്മൾ മൂക്കിലൂടെ എടുക്കുകയാണ്. ഇതാണ് ലോങ് ഹഫിംഗ് ടെക്നിക്ക്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലെ കഫം പുറത്തോട്ട് വരുവാനായിട്ട് ഈ 3 തരത്തിലുള്ള എക്സസൈസുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത് പറയാം ബ്രീത്തിങ് എക്സസൈസ്, രണ്ടാമത്തത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, മൂന്നാമത്തത് ഹഫിംഗ് ടെക്നിക്ക്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളുടെ ഉള്ളിലെ കഫം പുറത്ത് ഇറക്കിയതിന് ശേഷം, ചെസ്റ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടാനായിട്ടുള്ള എക്സസൈസുകൾ പറഞ്ഞു. അപ്പം കോവിഡ്
വന്ന ആൾക്കാർക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി മാത്രമല്ല പ്രോബ്ലം ആകുന്നത്, അവരുടെ ഫിസിക്കലിയും അവർ ഡൗൺ ആയി മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഫിസിക്കലി അവരെ എങ്ങനെ നമുക്ക് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാം, മസിൽസിന് ബലം വരുത്താം എന്നതിനെക്കുറിച്ചും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി ഫിസിക്കൽ എക്സസൈസുകളാണ് പറയുന്നത്. അപ്പം ബെഡിൽ കിടക്കുന്ന ഒരു ആൾക്ക് ഫിസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മസിലുകൾക്കൊക്കെ ബലം വരുത്താനായിട്ട് പറ്റുന്ന എക്സസൈസുകൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് കിടന്നുകൊണ്ടുള്ള എക്സസൈസ് ആദ്യം പറയാം. ആദ്യം നമ്മൾ കിടന്നുകൊണ്ട് തന്നെ കൈ മടക്കുക, എൽബോ ഫ്ലെക്ഷൻ ചെയ്യുക, അതുപോലെ എക്സ്റ്റൻഷൻ ചെയ്യുക. രണ്ട് കൈയും കൂടെ ക്രോസ് ആയിട്ട് പിടിച്ചിട്ട് കൈ നേരെ മുകളിലോട്ട് പൊക്കുക. പിന്നെ രണ്ട് കാലും മടക്കിയിട്ട് നടു പൊക്കുക. അതിന് ബ്രിഡ്ജിങ് എക്സസൈസ് എന്നാണ് പറയുന്നത്. രണ്ട് കാലും മടക്കിയിട്ട് നടു മുകളിലോട്ട് പൊക്കുക. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ കിടന്നുകൊണ്ട് മുട്ട് മടക്കാതെ കാല് നേരെ മുകളിലോട്ട് പൊക്കുക. അതൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക, വീണ്ടും താക്കുക. അതിനുശേഷം ഓൾട്ടർനേറ്റ് ചെയ്ത് അപ്പുറത്തെ കാലും മുട്ട് മടക്കാതെ കാല് മുകളിലോട്ട് പൊക്കുക, വീണ്ടും 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, താക്കുക. ഇത്രയും നമുക്ക് ജനറലായിട്ട് കിടന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാം, മസിൽസിൻ്റെ ബലം വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇനി അടുത്തത് സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഒന്ന് പറഞ്ഞു തരാം. സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾക്ക് ബലം വരാനായിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡംബൽ യൂസ് ചെയ്ത് ഡംബൽ എക്സസൈസ് നമുക്ക് യൂസ് ചെയ്യാം. ഡംബൽസ് കയ്യിൽ പിടിച്ചതിന് ശേഷം എൽബോ ഫ്ലെക്ഷൻ ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഡംബൽസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഡംബൽസ് ഇല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ ഡംബൽസ് ഇല്ലെങ്കിൽ കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടാണെങ്കിലും നമുക്ക് മടക്കുക, നിവർക്കുക ചെയ്യാം. അതുപോലെ തന്നെ കൈ മുകളിലോട്ട് ഉയർത്താം, താക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. അടുത്ത എക്സസൈസ് സിറ്റിംഗ് സ്റ്റാൻഡിങ് എക്സസൈസ് ആണ്. നമുക്ക് മാക്സിമം രണ്ട് കൈയിലും ബലം പിടിക്കുക, കാലിലും ബലം പിടിക്കുക, ഇങ്ങനെ എണീക്കുക. എണീറ്റതിന് ശേഷം വീണ്ടും കയ്യിൽ തന്നെ ബലം പിടിച്ചുകൊണ്ട് റിലീസ് ചെയ്തുകൊണ്ട് പതുക്കെ നമ്മൾ ഇരിക്കണം. ഇത് സിറ്റിംഗ് സ്റ്റാൻഡിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ജസ്റ്റ് പതുക്കെ കൈകൾക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് എണീക്കുക, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വീണ്ടും സിറ്റിങ്ങിലേക്ക് പോവുക. വീണ്ടും ഇങ്ങനെ 5 സെക്കൻഡ് എണീറ്റ് 1 2 3 4 5 വീണ്ടും സിറ്റിങ്ങിലേക്ക് പോവുക. ഇതാണ് നമുക്ക് നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ ബലം കിട്ടാനായിട്ടുള്ള പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകൾ. ഇത്രയും എക്സസൈസുകളാണ് നമുക്ക് ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്. കഫം അധികമായിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ, കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോസ്റ്ററൽ ഡ്രെയിനേജ്. പോസ്റ്ററൽ ഡ്രെയിനേജ് ചെയ്യുമ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം, കൺസൾട്ടേഷൻ എന്തായാലും നമുക്ക് വേണ്ടിവരും. ഏത് ഭാഗത്താണ് അധികമായി ഈ കഫം ഉള്ളതെന്ന് കണ്ടതിന് ശേഷം ഓരോ പൊസിഷനിലും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തതിന് ശേഷം നമുക്ക് കഫം പുറത്തോട്ട് വരുവാനായിട്ടും സാധിക്കും. ഇത്രയുമാണ് നമുക്ക് പോസ്റ്റ് കോവിഡ് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷനിൽ വരുന്ന ജനറലായിട്ടുള്ള എക്സസൈസുകൾ. ഓക്കെ, താങ്ക് യു.